ഹേ ഓൾ, വെൽക്കം ടു മൈ സൺഡേ വ്ളോഗ്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് ഫ്രഷായി. പിന്നെന്താ, നേരെ കിച്ചണിലോട്ട് പോയി ഉമ്മ എന്താ ഇന്ന് ഉണ്ടാക്കിയെന്ന് അറിയാൻ. ഞാനധികം ബ്രൂവിൻ്റെ ഈ 2 രൂപൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ ചെറിയ, ആ പാക്കറ്റാണ് യൂസ് ആക്കൽ കോഫി ഉണ്ടാക്കാൻ. ഞാൻ മാത്രമേ എനിക്കിങ്ങനെ പതച്ചിട്ട് വരുന്ന ബ്ലെൻഡ് ചെയ്തിട്ടുള്ള കോഫി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രമേ ഇതധികം കുടിക്കലുള്ളൂ. ഇവിടെ വേറെ ആർക്കും വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ കോഫി. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരെയും വിശേഷം? ഞാനെപ്പോഴും കമൻസ് വായിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൂടുതൽ കമൻസും കാര്യങ്ങളൊന്നും വരുത്തൊന്നുമില്ല, പക്ഷെ ഉള്ള കമൻസ് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റിലൂടെ പറയുക. എനിക്കത് വായിക്കാനും റിപ്ലൈ തരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കൂടുതലിഷ്ടം കോൾഡ് കോഫിയാണ്. പിന്നെ രാവിലെ തന്നെ തണുത്തത് കുടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പാല് ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ബീഫ് കറിയുമാണ്. ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി. രാവിലെ തന്നെ പത്തിരിയോ ചിക്കനോ ബീഫോ വട്ടവർ അങ്ങനത്തെ എന്ത് കഴിക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രാവിലെ തന്നെ നല്ല ഫുഡ് കിട്ടിയ അത്രയും സന്തോഷം. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. എല്ലാവരും പറയും രാവിലെ തിന്നാനും പറ്റൂല അങ്ങനെ ഇങ്ങനെയെന്ന്. പക്ഷെ എൻ്റെ കേസിൽ എനിക്ക് രാവിലെ എത്രത്തോളം ഫുഡ് കിട്ടുന്നോ അത്രത്തോളം ഞാൻ അടിപൊളിയാവും. പിന്നെ ഇന്ന് എനിക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകാനുണ്ട്, ചെറിയൊരു ഗ്രോസറി ഷോപ്പിങ്ങിന്. അങ്ങനെ ഷോപ്പിംഗ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, 2-3 സാധനം വാങ്ങാനുള്ളൂ. പക്ഷെ എനിക്കിങ്ങനെ പുറത്തിറങ്ങണമല്ലോ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്ത് പോകണം, ഇങ്ങനെ വീഡിയോ എടുക്കണം, അതാണ് മെയിൻ സംഭവം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അടുത്ത് ബിസ്മിയാണ്. കോഴിക്കോടാണ് എൻ്റെ വീട് വരുന്നത്. അപ്പം നേരെ എന്ത് സാധനം വാങ്ങാനാണെങ്കിലും നേരെ അങ്ങോട്ട് ബിസ്മിയിലേക്കാണ് പോവൽ. അപ്പം അങ്ങോട്ടാണ് പോയത്. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു സംഭവം. മീൻസ് എനിക്കിങ്ങനെ ഗ്രോസറി സാധനം വാങ്ങാൻ, പിന്നെ ക്രോക്കറി ഐറ്റംസ് കാണാൻ, വാങ്ങുന്നൊന്നുമില്ലെങ്കിലും ഇങ്ങനെ നോക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണോ. പിന്നെ ഉമ്മ ദോശൻ്റെ മിക്സ് വാങ്ങാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട്. മെയിൻ കൂടുതലൊന്നും കാര്യങ്ങളൊന്നുമില്ല, ബട്ടർ അങ്ങനത്തെ കുറച്ച് സംഭവം വാങ്ങാനുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും ഈ ക്യൂബായിട്ട് വരുന്ന ഈ ബട്ടറാണ് വാങ്ങൽ. ഇതെനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നലുണ്ട്. അതാകുമ്പം ഓരോന്നോരോന്ന് എടുത്താൽ മതിയല്ലോ, മറ്റേത് മാതിരി അല്ലല്ലോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷൻ നൂഡിൽസിൻ്റെ സെക്ഷനാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ നൂഡിൽസ് ഞാൻ എടുക്കണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. അതിൻ്റെ മൊഞ്ച് നോക്കി അടുത്ത് തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ന്യൂട്ടൽ എടുത്തിട്ടുണ്ട്. ഇതിന് ഓഫർ വരുന്നുണ്ട്. 249 ആണ്, പക്ഷേ 200-നാണ് കിട്ടിയത്. അത് വെച്ച് ഇപ്പോഴത്തെ ഒരു വൈറൽ റെസിപ്പി ഉണ്ടല്ലോ കേക്കിൻ്റെ, അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സ്മെൽഡ് ക്യാൻഡിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ക്രോക്കറി ഐറ്റംസിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഭയങ്കര അഫോർഡബിൾ റേറ്റിന് കുറേ ഐറ്റംസ് ഉണ്ട്. ഈ കപ്പിനൊക്കെ വരുന്നത് 99 ആടോ, പക്ഷെ എടുത്തിട്ടൊന്നുമില്ല. കുറേ വീഡിയോസ് എടുത്ത് വെറുതെ അങ്ങനെ എങ്ങൾക്കും കൂടി കാട്ടി തന്നു, അത്രേ ഉള്ളൂ. ഇതൊന്നും എടുത്തിട്ടൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രിഡ്ജൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ ഫ്രോസൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. പക്ഷെ അതും ഞാനൊന്നും സത്യം പറഞ്ഞാൽ വാങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കി, പ്രൈസൊക്കെ നോക്കി, പിന്നെ നമുക്ക് താങ്ങില്ല എന്നുള്ള രീതിയിൽ അത് അവിടെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്യൂട്ട് ബാർബി ഡോളിനെ കണ്ടപ്പോൾ ഒന്ന് പഴയ കാലത്തിലേക്കൊന്ന് ഓർത്തുപോയി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ എന്താക്കാൻ അടുത്ത് തന്നെ അങ്ങോട്ട് വെച്ചു. പ്രിങ്കിൾസ് കണ്ടപ്പോൾ പിന്നെ എനിക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല, അത് ഞാൻ അങ്ങോട്ട് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളടാ. ഇതോടുകൂടി നമ്മളെ ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനെ കഴിഞ്ഞിക്കണേ. കൂടിപ്പോലെ ഒരു 4-5 സാധനം, അതിൽ കൂടൂല. പിന്നെന്താ, ഇത് നേരെ ബില്ലാക്കി ഇനി നേരെ വീട്ടിൽ പോകണം. ഇന്ന് രാവിലെ ആണെങ്കിൽ നല്ല വെയിലായിരുന്നു, പക്ഷെ ഉച്ച ആയപ്പോഴത്തേനും നോക്കടാ നല്ല മഴയാണ്. നല്ല മഴ മൂടിക്കിടക്കാണ്. ഞാനാണെങ്കിൽ റെയിൻകോട്ടോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ വെളിങ്ങനെ പെയ്യാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി, പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിക്കണേ. പിന്നെന്താ, ഞാൻ വാങ്ങിച്ച സാധനം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല, പ്രിങ്കിൾസും പിന്നെ ഒരു ബിങ്കോ ഞാൻ എടുത്തിരുന്നു. എനിക്ക് ഈ ബിങ്കോൻ്റെ ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് ഉത്തിരിക്കുമ്പം തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എടുത്തിരുന്നുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളെ കമൻസൊക്കെ കാണലുണ്ട്. എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമാണ്.
ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഞാനിപ്പോഴും ASMR ആണ് കൊടുക്കൽ. അത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടാണ്, നമ്മൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കൊന്നും വേണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ കൊടുത്തപ്പം കുറച്ച് നല്ല നല്ല കമൻറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. പിന്നെന്താ, നമ്മൾ വാങ്ങിച്ച സാധനം ഒന്ന് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അതിലൊന്ന് വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തോളാം കേട്ടോ. കുറച്ച് ദിവസമായി പെൻഡിങ്ങിൽ വെച്ചിട്ട് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അത് ഇന്നും കൂടി എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ അങ്ങോട്ട് കിടക്കും. അപ്പോൾ അത് കുറച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ച് ഞാനെപ്പോഴും എന്തെങ്കിലും സീരീസോ എന്തെങ്കിലും കണ്ടിട്ടാണ് അധികം എഴുതാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ടാബിൽ ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ടും പെട്ടെന്ന് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് തീർത്തു. ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു മൊഞ്ച് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു ഭംഗിയിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എഴുതുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ എഴുത്തും നടക്കും, വീഡിയോവും നടക്കും. ആ ഒരു ഇതിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് എഴുതി പോകുന്നതാണ് കുറേ ദിവസമായി പെൻഡിങ് ആയിട്ട് വെച്ചിട്ട്. അതുകൊണ്ടാണ് പിന്നെ അതങ്ങോട്ടും കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കൂടുതലായിട്ട് എഴുതിയിട്ടൊന്നുമില്ല, കുറച്ചങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ബോറടിച്ച് തുടങ്ങി. എനിക്ക് വേറെ എന്തെങ്കിലും തിന്നാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ തോന്നി. അപ്പോൾ തന്നെ ഞാൻ ബുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു, അടിച്ചു വാരുക, തുടയ്ക്കുക. അപ്പം പിന്നെ ആ ഒരു സ്റ്റെപ്പിലേക്ക് അങ്ങോട്ട് പോയി വീടങ്ങോട്ട് ക്ലീൻ ആക്കാൻ തുടങ്ങി. ക്ലീനിങ് ഒക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ആ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോയി. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉച്ചയായി. പിന്നെ നല്ലോണം വിശന്ന്. ഇന്ന് ചോറിന് പരിപ്പ് കറിയും ബീഫ് ചില്ലിയും പപ്പടമൊക്കെ ആയിരുന്നു. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ഒരാളല്ല. രാവിലെ എന്താണോ ഫുഡ് അതാണ് കഴിക്കൽ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ചോറ് കഴിക്കും. അപ്പം അങ്ങനെ നല്ലോണം ഉഷാറായിട്ട് അൽഹംദുലില്ലാ നല്ലോണം അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഒരു ഈവനിങ് ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. കുറച്ച് നേരം ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തു. ഉമ്മ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ അങ്ങോട്ട് പോയി. ഫ്രിഡ്ജിൽ നഗറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നഗറ്റ്സ് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് നഗറ്റ്സ് ഇഷ്ടമാണ്. ഇത് ഞാൻ ഓഫറിൽ വാങ്ങിയതായിരുന്നു നഗറ്റ്സ്. 1 kg ഏതോ അറൗണ്ട് 200 സംതിങ് അങ്ങനെ എന്തോ ബിസ്മിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ വിചാരിച്ചു. എയർ ഫ്രയറിൽ അറൗണ്ട് ഒരു 15 മിനിറ്റ്സ് വെക്കുമ്പം ഇത് നല്ലോണം കുക്കായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ കുറച്ചെങ്കിലും നല്ലതാണ് എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങോട്ട് കഴിക്കാം. പിന്നെ ചായക്ക് വെള്ളം വെച്ച് കോഫിയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും എനിക്ക് കോഫിയാണ് ഇഷ്ടം. ചായയും കുടിക്കും, പക്ഷേ കോഫിയാണ് കുറച്ചും കൂടി ഇഷ്ടം. നഗറ്റ്സ് കുക്കാകുമ്പോഴത്തേനും ഞാനങ്ങോട്ട് കുളിക്കാനായിട്ട് പോയി. ഇന്ന് ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ കുളിക്കാനായിട്ട് തന്നെ പോയി അങ്ങോട്ട്. ഷാർപ്പ് ഒരു 15 മിനിറ്റ്സ് ആയപ്പോഴത്തേനും അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലാകുമ്പോഴാണ് എനിക്കിഷ്ടം. കുറച്ചൊന്ന് വെന്ത് കിട്ടണം, അല്ലാണ്ട് ഞാനങ്ങനെ ഓവർ കുക്കാവാണ്ട് ഞാനങ്ങനെ കേൾക്കലില്ല. പിന്നെന്താ, ടാബൊക്കെ വെച്ച് എനിക്കിഷ്ടപ്പെട്ട വ്ളോഗൊക്കെ കണ്ട് നല്ലോണം എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഞാൻ എല്ലാ കമൻസും വായിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമൻറ്റ് വായിക്കാൻ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.